ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴെന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ജലം ജീവസാന്നിധ്യമാണ്. കാരണം ജലത്തിന് മീതെ ആത്മാവ് ചലിക്കുന്നതായി ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നു. മരുഭൂമി കൂടെ കടന്നു പോകുമ്പം ഹാഗാറിൻ്റെ കുഞ്ഞിനെയും ദൈവം കാക്കുകയാണ്, വെള്ളം നീരുറവ കൊടുത്തിട്ടേ. ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു വലിയ ഒരു പദ്ധതിയുണ്ട്, ഒരു ജനതയെയും തള്ളിക്കളയുന്നില്ല. പ്രകൃതി ചികിത്സയിലെ ജലചികിത്സയിലൂടെ ധാരാളം ചികിത്സാ രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് സമീപം നാലാഞ്ചിറയിലുള്ള ബഥനി നേച്ചർ ക്യൂർ ആൻഡ് യോഗ സെന്ററിൽ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചുള്ള ചികിത്സാ സമ്പ്രദായത്തിനാണ് പ്രാധാന്യം. 44 നദികളുള്ള നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ഇറ്റ് ദാഹജലത്തിനായി കേഴുകയാണ്. അതിരൂക്ഷമായ വേനലിൽ നാട് വെന്തുരുകുകയാണ്. ജലവുമായിട്ട് യേശു തന്നെ ഉപമിക്കുന്നത് വളരെ ഏറെ എന്താണ് പറയുന്നത്, ചിന്താപരമായിട്ട് നമുക്ക് ഒരുപാട് അതിന് ഉൾക്കൊള്ളാനുണ്ട്. യേശുവിൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നത് സ്നാപയോഹന്നാൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് നദിയിൽ മുങ്ങി നിവറുകയാണ്. അത് നമ്മളൊരു ഭാവനയെ കണ്ടു കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു പരസ്യജീവിതത്തിൻ്റെ കർട്ടൻ അങ്ങോട്ട് മാറുമ്പോൾ രാവിലെ ഒരാൾ വന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ മുങ്ങി നിവർന്ന് ഈറനെടുത്തുകൊണ്ട് വരുന്ന ഒരു കാഴ്ച നമ്മുടെ സംസ്കാരത്തിലുണ്ടല്ലോ. അതുപോലെ തൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു തൻ്റെ ഒരു തൻ്റെ ശരീരത്തിൻ്റെ ഒരു ലെവല് മുങ്ങി നിവർന്നും പോയി, അത് തീർന്നു. കുടുംബം, അമ്മ, ജീവിതം, അങ്ങനത്തെ ഇതാ പുതിയൊരു മനുഷ്യൻ അങ്ങനെ ഭൂമിയിലേക്ക് പൂർവാശ്രമം വിട്ടിട്ട് വരുന്നവന്റെ പുതിയ ജനനം. വസ്ത്രം ഇങ്ങനെ ഊരി കളഞ്ഞിട്ട് ചില സന്യാസ സമൂഹങ്ങളിലുണ്ടല്ലോ, എനിക്കൊന്ന് സെയിൻറ്റ് ഫ്രാൻസിസ് തന്നെ അച്ഛൻ്റെ എല്ലാം ഊരി കൊടുത്തിട്ടാണല്ലോ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു കാലത്തെ മുഴുവൻ, പൂർവാശ്രമത്തെ മുഴുവൻ ഉപേക്ഷിക്കലാണ് നമ്മളുടെ, എനിക്കൊന്ന് ഇന്ത്യൻ പാരമ്പര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തീർത്ഥഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത്
നമ്മളുടെ പാപം എന്ന് പറയുന്നത് ഇവിടുത്തെ പാപം മാത്രമായിട്ടല്ലല്ലോ. നമ്മളുടെ പൂർവികന്മാർ അതെല്ലാം വിശ്വാസത്തിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ കുരുടനെ കാണുമ്പോൾ ചോദിക്കുന്നില്ല ഇവന്റെ പാപമാണോ. അപ്പം ഈ പാപം ഇങ്ങനെ തുടരുന്നുണ്ട്. അപ്പം ആദ്യം മുങ്ങി നിവർന്ന് പാപങ്ങളിൽ നിന്ന് മോചനം നേടുക, തീർത്ഥഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത് പാരമ്പര്യത്തിൽ ഇങ്ങനെ ഉടനീളം ഇന്ത്യൻ പാരമ്പര്യത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈശോ അവസാനത്തെ അത്താഴവേളയിൽ കച്ച അരക്ക് കെട്ടി ശിഷ്യന്മാരുടെ പാദങ്ങളിൽ ജലമൊഴിച്ച് കഴുകുമ്പോൾ അവൻ്റെ ശുദ്ധീകരണമുണ്ട്. അതേസമയം ശിഷ്യർക്കുള്ള പാഠമായിട്ട് ഇവൻ്റെ അഹത്തിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് സ്വയം കഴുകി വെടിപ്പാക്കപ്പെടുന്ന ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് യേശുവിൻ്റെ മാർവ് തുളയ്ക്കപ്പെടുമ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകുന്നു പറയുമ്പോൾ ടീച്ചർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ജീവൻ്റെ ജലമായവൻ അക്ഷരാർത്ഥത്തിൽ അത് പ്രകടിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് കുരിശു പോലും നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ജീവൻ നശിച്ചു പോയ, ദൈവികമായ ജീവൻ നശിച്ചു പോയ ഇവിടേക്ക് അതിൻ്റെ ഒരു സാധ്യത സൃഷ്ടിച്ചുകൊണ്ട് യേശു ജീവജലമായിട്ട് കുരിശു നിൽക്കുകയാണ്. അപ്പോൾ അതാണ് കുരിശിലെ സ്നേഹം എന്നും, മരിച്ചുപോയവനെ മൃതമായവനെ വീണ്ടും പുനർജീവിപ്പിക്കുന്ന ജീവജലമായിട്ട് കുരിശിൽ നിന്ന് അത് നിരന്തരം ഒഴുകുന്ന കുരിശിലെ സ്നേഹം. ആ വെള്ളം കണ്ടതോടുകൂടി അയാൾ ആ നിമിഷം മാറിപ്പോയെന്നാണ്. വേറൊരാളാണ് അയാൾ മാറി. ആ പട്ടാളക്കാരൻ അപ്പോഴേ സത്യമായും അതെ അവൻ ഉടനെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വെള്ളം അവനെ കഴുകി. അതെ, അവനെ കഴുകി. പാരമ്പര്യങ്ങളിൽ പറയുന്നതനുസരിച്ച് അവന് കാഴ്ച, അതായത് അവന്റെ മങ്ങിയിരുന്ന കണ്ണ് ആ വെള്ളം കൊണ്ട് കഴുകി തുറക്കപ്പെടുന്ന ഒരു ഉടനെ അവൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ദേവാലയത്തിൽ വെച്ചിട്ട് ഇവനിങ്ങനെ യേശു ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ, എന്നിൽ നിന്ന് കുടിക്കുമെന്ന് പറഞ്ഞത്. ഇത് ഈ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഈ സീൻ അത് ഞാനിപ്പോൾ അങ്ങനെ നമ്മളെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്ത് സൗന്ദര്യമാണ്. അതായത് അതിനകത്ത് യേശു വലിയൊരു ഭയങ്കര വെളുത്ത യേശു ഒന്നുമല്ല, ഒരു ബ്രൗൺ കളറുള്ള. അപ്പം ഇങ്ങനെ ആ ദേവാലയത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ ഒരു ദേവാലയത്തിനകത്തുള്ള റബ്ബിമാരും പുരോഹിതന്മാരും ഒക്കെയുള്ള ഒരു ശരിക്കും ഒരു വരണ്ട ഒരു ഈ എന്താണ് നമ്മളുടെ അറിവിൻ്റെ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരുതരം അറിവിൻ്റെ ആൾക്കാരുടെ ഇടയ്ക്ക് നിന്നിട്ടാണ് പുതിയൊരു അറിവും ജീവനുമായിട്ട് ഞാൻ വെള്ളമാണ് എന്ന് പറയുന്ന ഒരു എന്നിൽ നിന്ന് നിങ്ങൾ കുടിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രതീകാത്മകവും. പക്ഷേ ഇത് ടീച്ചർ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പഴയ നിയമത്തിൽ മുതലുള്ള ഒരു കാര്യമാണ്. ഈ ഇസ്രായേൽക്കാർക്ക് ദാഹിച്ചു കളഞ്ഞപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്ന കഥ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പാറയിൽ അടിച്ച് അവിടെ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച മനുഷ്യൻ മാത്രമല്ല, അവിടെ പറയുന്ന ജന്തുക്കളും മൃഗങ്ങളും എല്ലാം കുടിച്ച് സംതൃപ്തമാകും. എല്ലാവർക്കും ഉള്ളതാണ് ഈ വെള്ളം. എല്ലാവർക്കും ഉള്ളതാണ്. കുടിക്കാനും ഭുജിക്കാനുമുള്ള വക നമുക്ക് നൽകുന്ന സ്നേഹഭൂമികയാണ് വയൽ. പത്തായം നിറയെ നെല്ല് തരുന്നതിനൊപ്പം ദാഹജലം കൂടി തരുന്ന മഹാസംഭരണിയാണ് വയൽ. വയലുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. കാരണം അത് ദൈവദാനമാണ്. മഹാരാഷ്ട്രക്കാരനായ പലേക്കറുടെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ സ്പിരിച്വൽ ഫാമിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് ചെലവില്ലാ പ്രകൃതി കൃഷി. ഞാനിത് ഒരു 5 വർഷമായിട്ട് ഇതേ രീതിയിലുള്ള കൃഷിയാണ് നടത്തുന്നത്. ഇതിപ്പോൾ 5ാമത്തെ വിത്താണ് ഇപ്പം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നാടൻ വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിക്കണ്ടപ്പൻ എന്ന് പറയുന്ന വിത്താണ് ഉപയോഗിച്ചത്. ഇതിപ്പം കൊടുകണ്ടി എന്ന് പറയുന്ന വിത്താണ്, നാടൻ വിത്തുകളാണ്. അപ്പം ഇത് മറ്റ് വിത്തുകളേക്കാൾ കൂടുതൽ വിളവ് തരുന്നുണ്ട്, പിന്നെ കഴിക്കാൻ രുചിയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ വിത്തുകളെ പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഫാദറൊക്കെ ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് ഈ വിത്തുകൾ ഇവിടെ ഉപയോഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പാലായ്ക്കടുത്ത് മറ്റക്കര ദേശത്ത് പണൂർ വീട്ടിൽ ജോസേട്ടനെ കൃഷി പാരമ്പര്യശീലമാണ്. അതുകൊണ്ട് തന്നെയാണ് നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം മറ്റൊന്നും ചിന്തിക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഒപ്പം തൻ്റെ പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ കാർഷിക പ്രചോദനവും. പിന്നെ വളം എന്ന് പറഞ്ഞാൽ രാസവളങ്ങളോ മറ്റ് വളങ്ങളോ ഒന്നും, ജൈവവളങ്ങളോ ഒന്നും ഈ കണ്ടത്തിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന ഏക സാധനം ജീവാമൃതം. അതായത് പലേക്കർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതേ റേഷ്യോയിൽ ഞാൻ ജീവാമൃതം മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്.
ജീവാമൃതം നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു 200 ലിറ്റർ, ഇതൊരു 200 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്കാണ്, പ്ലാസ്റ്റിക് ടാങ്കാണ്. ഇതിനകത്ത് നമ്മൾ നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും പയറുപൊടിയും ശർക്കരയും, ഇത് റേഷ്യോ ഉണ്ട്. അതായത് റേഷ്യോ ഇതാണ്: 10 കിലോ ചാണകം, 5 ലിറ്റർ ടു 10 ലിറ്റർ മൂത്രം, നാടൻ പശുവിൻ്റെ മൂത്രം. പയറുപൊടി 1 കിലോ 2 കിലോ വരെ ഉപയോഗിക്കാം. പയറുപൊടി, മുതിരപ്പൊടി, അതായത് ഇത്രയേ ഉള്ളൂ. ഇരട്ടപ്പരിപ്പുള്ള എന്തെങ്കിലും ധാന്യത്തിൻ്റെ പൊടിയായിരിക്കണം, അത് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. പിന്നെ ശർക്കര 1 കിലോ. ഇനി ശർക്കര ഇല്ലെങ്കിൽ 1 കിലോ പഴമോ 1 ലിറ്റർ തേങ്ങാവെള്ളമോ, ഈ മൂന്നിലേതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ. പിന്നെ 1 പിടി മണ്ണെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അതായത് രാസവളങ്ങളോ കീടനാശികളോ പറ്റാത്ത എവിടെയെങ്കിലും ഒരു കോർണറിൽ നിന്നോ വരമ്പിൽ നിന്നോ ഒക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. എടുത്ത് ഇതിൽ ആദ്യം ചാണകവും ഇട്ട് മൂത്രം കൂടി ഒഴിച്ച് നല്ലപോലെ ക്ലോക്ക് വൈസ്, റൈറ്റ് വലതുവശത്തേക്ക് ക്ലോക്ക് വൈസ് നല്ലപോലെ മിക്സ് ചെയ്ത് അവനെ നല്ല സോഫ്റ്റ് ആക്കുക. ആക്കിയതിന് ശേഷം കൂടുതൽ വെള്ളം അപ്ലൈ ചെയ്യുക. അതിലേക്ക് നമ്മൾ ഈ ശർക്കരയും പയറുപൊടി എല്ലാതും കൂടി ഇട്ട് ക്ലോക്ക് വൈസ് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊരു ചണച്ചാക്കിട്ട്, ഇതുപോലെയുള്ളൊരു ചണച്ചാക്ക്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചണച്ചാക്ക് മാത്രം ഇട്ടേ മൂടാവും. ചണച്ചാക്കിട്ട് മൂടുക. പിന്നെ ഇവിടെ ഒരു നല്ല കൂൾ അന്തരീക്ഷം ഉണ്ടാക്കണം. അതിന് ഞാൻ ഈ ചൂട്ടും മറ്റ് തയങ്ങും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് അവനെ തണുപ്പിച്ച് വെക്കും. ചൂടാകരുത്. അതായത് സൂക്ഷ്മാണുക്കൾ വളരാൻ നല്ല ഒരു അന്തരീക്ഷം വേണം, അതായത് കൂളായിട്ടുള്ള. അതുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 48 മണിക്കൂർ ഇതിനെ പുളിപ്പിക്കുക. 48 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. 7 ദിവസത്തിനകം അപ്ലൈയും ചെയ്യാം. അതാണ് അതിനകത്തെ പ്രധാന കാര്യം. 7 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കുറയും. ഇത് ഞാൻ ഈ കൃഷിയിലേക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഈ കീടങ്ങളുടെ. അതിനെ അന്ന് ഞാൻ തരണം ചെയ്ത് തരാമെന്ന് ചോദിച്ചാൽ, ചാഴിയുടെ ഫോർ എക്സാമ്പിൾ ചാഴി ഞാൻ ഈ വെളുത്തുള്ളി കാന്താരി മുളകും കൂടെ ഇടിച്ച് മിക്സിയിൽ അടിച്ച് അവനെ സ്പ്രേ ചെയ്തു. പിന്നെ ഞാൻ ഈ മീനിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഈ പാടത്തിൻ്റെ പല കോർണറുകളിൽ, പല സ്ഥലങ്ങളിൽ, സെൻറ്ററിലും എല്ലാം പല ഭാഗങ്ങളിലായിട്ട് വെച്ചു. അത് മീനിൻ്റെ വേസ്റ്റ് വെക്കുമ്പോഴത്തേക്ക് ഇതിനെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മണമായിരിക്കും. മണം വരുമ്പോൾ ഇവൻ വിട്ടുപോകും. പിന്നെ കണ്ടത്തിൻ്റെ ഫലഭാഗങ്ങളിൽ വൈകുന്നേരങ്ങളിൽ തീ കത്തിച്ചാൽ അതും ചാഴി വന്ന് വീണ് നശിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്തത്. പക്ഷേ ഓരോ കൃഷി കഴിയും തോറും, ഇതിപ്പോൾ 5ാമത്തെ തവണയാണ് ഞാനിത് ചെയ്യുന്നത്, ഓരോ കൃഷി കഴിയും തോറും ഇത് വളരെ ഈസി ആയിട്ടാണ് വരുന്നത്. കാരണം ആക്രമണം കുറയുന്നു, വളരെ നല്ല വിളവ് കിട്ടുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈറ്റിക്കണ്ടപ്പം ചെയ്ത് എനിക്ക് 8.5 കിൻഡൽ 43 സെൻറ്റ് കണ്ടാണ് ഇവിടെയുള്ളത്. താഴെ എനിക്ക് 1 ഏക്കറോളം കണ്ടമുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് 8.5 കിൻഡൽ നെല്ല് കിട്ടി. നല്ലൊരു വിളവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വിളവാണ്. അപ്പം ഈ രാസവളവും കീടനാശിനിയും കൂടാതെ നമുക്ക് നല്ല രീതിയിൽ നെൽകൃഷി ചെയ്യാവുന്ന എനിക്ക് 100% ഉറപ്പാണിപ്പോൾ. നെല്ലിനെ ആക്രമിക്കുന്ന കീടങ്ങൾ പലതാണ്. ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന്. എങ്കിലും ജോസേട്ടൻ വിഷം തളിക്കില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ്. അതിന് പ്രകൃതിദത്തമായ ചില പ്രയോഗങ്ങളുണ്ട്. അതാണ് ഉത്തമം. ഇല്ലെങ്കിൽ കീടങ്ങളോടൊപ്പം മനുഷ്യനും മരിക്കും. നാച്ചുറൽ ഫാമിങ്ങിൽ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ട്രൈക്കോക്കാൺ. ഇത് കുമരകം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ 15ാം പൊക്കം തോറും ഈ സാധനം കൊണ്ടുവന്ന് നമ്മുടെ കൃഷിയിടത്തിൽ പലയിടത്തായിട്ട് ഇതേ രീതിയിൽ വെക്കുകയാണ്. ഇത് മിത്രകീടങ്ങളാണ് ഇതിൽ നിന്ന് വിരിയുന്നത്. ഈ മിത്രകീടങ്ങൾ നമുക്ക് കൃഷിക്ക് നാശം ചെയ്യുന്ന കീടങ്ങളെ പിടിച്ച് തിന്നുകയാണ്. ഇത് നമ്മൾ 15ാം പൊക്കം തോറും വെച്ചാൽ നമുക്ക് കീടനാശം, ഇങ്ങനെയുള്ള കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാകും. അതാണ് ഇത് വളരെ ഒരു സക്സസ് ആയ കാര്യമാണ്. ഇത് വളരെ ഗുണം ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഈ വെളുത്തുള്ളിയും കാന്താരിമുളകും ഒക്കെ അരിച്ച് സ്പ്രേ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇത് വെച്ചാൽ മാത്രം. വിഷപ്രയോഗങ്ങളില്ലാത്ത പ്രകൃതി കൃഷിരീതിക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അതിനെയെല്ലാം മറികടക്കാൻ ഈ കർഷകന് ദൈവം കരുത്ത് പകരുന്നു. പിന്നെ ഈ കൃഷി രീതി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചെങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും
ഇതിൻ്റെ ബുദ്ധിമുട്ട് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അത് പറഞ്ഞാണ് അവർ പുറകോട്ട് പോകുന്നത്. എങ്കിലും 1-2 പേര് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ജീവാമൃതം ഉണ്ടാക്കിയാൽ ഇതിന് ഭയങ്കര മണമാണ്, ഇത് കോരി ഒഴിക്കാൻ പണിക്കാരെ കിട്ടുന്നില്ല. അതൊരു വാസ്തവമാണ്. പക്ഷേ നമ്മൾ തന്നെ ചെയ്യാൻ തയ്യാറായെങ്കിലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ കണ്ടത്തിൽ ഞാൻ തന്നെയാണ് ഈ ജീവാമൃതം കോരി ഒഴിക്കുന്നത്. പിന്നെ വേണേൽ പമ്പിന് വെച്ച് നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. അതാണ് ഒരു കാര്യം. പിന്നെ ഇതിനെപ്പറ്റി ഇപ്പം നമ്മളെ അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയെങ്കിൽ അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ചെയ്താൽ നല്ലതാണ്, ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരും ഇത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയാണ് അവരും വിഷമം പറയുന്നത്. എനിവേ എന്താണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സക്സസ് ആണ്. ഞാനിനി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. ജോസിയേട്ടൻ്റെ ഈ പ്രകൃതി കൃഷി പലേക്കറിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ജോസിയേട്ടൻ ഈ കൃഷി രീതി മാത്രമാണ് അവലംബിക്കുന്നത്. യാതൊരുവിധ രാസ കീട വസ്തുക്കളും ഇല്ലാതെ കൃഷി ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യം എനിക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ വർഷം ഇത്തിക്കണ്ണപ്പൻ എന്ന് പറയുന്ന നെല്ലാണ് കൃഷി ചെയ്തത്. 43 സെൻറ്റിൽ നിന്ന് 8.5 ക്വിൻ്റൽ വിളവ് ഈ പാടത്തുനിന്ന് മാത്രം കിട്ടി. അത് ഈ പ്രദേശത്ത് മറ്റുള്ള പാടങ്ങളിൽ രാസവളം ചെയ്ത് കിട്ടുന്നതിൻ്റെ അത്രയും കൂടി വിളവ് ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഇത്തവണ ചെയ്തിരിക്കുന്നത് മറ്റൊരു കൊടുകണ്ണി എന്ന് പറയുന്ന ഒരു വിത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കാര്യത്തിൽ പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും ഈ പാടത്തേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. നെൽകൃഷിയോടൊപ്പം തന്നെ മറ്റു കരകൃഷികളും ഈ പുരയിടത്തിൽ ചെയ്യുന്നുണ്ട്. നല്ല ഇനം ജാതിയും വാഴയുമെല്ലാം അതിലുൾപ്പെടും. നെൽകൃഷിയിൽ എന്നതുപോലെ തന്നെ കരയിലും എല്ലാ ചെടികൾക്കും ഞാൻ ജീവാമൃതം മാത്രമാണ് ഉപയോഗിക്കുന്നത്. സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണ്. രാസവളങ്ങളും കീടനാശിനികളും എൻ്റെ സ്ഥലങ്ങളിൽ കയറ്റിയിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷമാണ് ഇപ്പം. ഉപയോഗിക്കുന്നതേയില്ല, രാസവളവും കീടനാശിനിയും ഉപയോഗിക്കുന്നതേയില്ല. ജോസ് പാണൂർ എന്ന കർഷകൻ അകലക്കുന്നം പഞ്ചായത്തിൽ 5 വർഷത്തോളമായി സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ചെയ്തു വരുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം നെൽകൃഷിയിൽ ജീവാമൃതം ഒഴിക്കുകയുണ്ടായി. അതുമൂലം ഒരുപാട് വിളവ് ലഭിക്കുകയുണ്ടായി. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിച്ചു. അത് രാസവളങ്ങളും രാസകീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ട് ഒരുപാട് ഫലപ്രദമായ രീതിയിൽ അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ സാധിച്ചു. ഈ വർഷം വാഴയിലും അദ്ദേഹം പിന്നെ വരൾച്ചയുടെ ഒരു പ്രശ്നം മാത്രം കൊണ്ടാണ് ഇച്ചിരി ഒരു നഷ്ടത്തിൽ വന്നെങ്കിൽ പോലും സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്നുള്ള നിലയിൽ ജീവാമൃതം നാടൻ പശുവിൻ്റെ ചാണകമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയിലൂടെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്ന ഒരാളാണ്. ഈ റബ്ബർ തൈകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാസവള പ്രയോഗം ഒന്നും മേൽക്കാത്തതാണ് ഈ മരങ്ങൾ. മറിച്ച് ജീവാമൃതമെന്ന കാലിവള പ്രയോഗം മാത്രമാണ് ഈ തോട്ടത്തിൻ്റെ ആരോഗ്യം. അതിനായി റബ്ബർ തോട്ടത്തിലും അദ്ദേഹം ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജീവാമൃതം റബ്ബറിന് പറ്റുമോ എന്ന് ആദ്യം ഒരു ശങ്കയുണ്ടായിരുന്നു. എങ്കിലും പലരും ഈ കൃഷിരീതി ചെയ്യുന്നവരുടെ തോട്ടം ഞാൻ പോയി കാണുകയും റബ്ബർ ഓക്കെ ആയിട്ട് വളരുന്നുണ്ടെന്ന് കണ്ടതുകൊണ്ട് എൻ്റെ കൃഷിയിടത്തിലും ഞാൻ റബ്ബറിന് ഇപ്പം ജീവാമൃതം മാത്രമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വിഷരഹിതമായി കൃഷി ചെയ്യാനുള്ള മാർഗങ്ങൾ ഇവിടെയുണ്ട്. നാം അത് അനുവർത്തിക്കുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും, അതുള്ളതാണ്. ഈ വർഷം ഇപ്പം മഴ കുറഞ്ഞു പോയി, നമുക്ക് 36% മഴ കുറവ് വന്നു. അതുകൊണ്ട് കൃഷി അത് പ്രത്യേകിച്ച് വാഴയിൽ ഒത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കുറേ വാഴയെല്ലാം ഉണങ്ങി പോയി, കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും പരമകാരുണ്യനായ ദൈവം അറിയാമല്ലോ, നമ്മളത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ട്, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നും രാവിലെ ഏറ്റാൽ ആദ്യം ദൈവത്തിനോടാണ്
കൃപയും അനുഗ്രഹവും യാചിക്കുന്നു. കരുണക്കൊന്ത ചൊല്ലിയാണ് ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അപ്പം തമ്പുരാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ലെന്നുള്ള ഉറപ്പുമുണ്ട്, പിന്നെ സപ്പോർട്ടും. പാപരഹിത കൃഷിരീതികളിലൂടെ ഈ സമൂഹത്തെയും നാടിനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദൈവവിശ്വാസികളായ കർഷകർ ഇനിയും നമ്മുടെ സഹോദരന്മാരായി പിറക്കാൻ ദൈവം തുണയാവട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ വസിക്കുന്ന എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ ജീവന്മാരും, മനുഷ്യർ എന്ന് മാത്രമല്ല സർവ്വജീവന്മാരുടെയും രക്ഷ നമ്മളുടെയും കൂടെ രക്ഷയാണ്. അതാണ് ഈശ്വരന് ഇഷ്ടമായിട്ടുള്ളത്. ഈശ്വര സൃഷ്ടമായി ഈ പ്രപഞ്ചത്തിന് ഒരു കോട്ടം വരുത്തുവാൻ മനുഷ്യന് ഒരു അവകാശവുമില്ല. മനുഷ്യൻ്റെ ബുദ്ധിശക്തിയാണ് മനുഷ്യനെ മേന്മയുള്ളവനാക്കി തീർക്കുന്നതെങ്കിൽ അവൻ്റെ ബുദ്ധി അവന് വിരുദ്ധമായിട്ട് തന്നെ തീരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾക്കും അതുപോലെ പ്രകൃതിയിലെ ഈ താപനില കൂടാനും ഒക്കെ കാരണം അവൻ്റെ ദുരയാണ്. ഇത് അവൻ്റെ തന്നെ നാശത്തിന് കാരണമാകും. അത് ഉണ്ടാകാതിരിക്കാൻ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ട ഒരു അവസരം ആയിരിക്കുകയാണ്. ഈ കൃഷി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ മനുഷ്യനടക്കമുള്ള സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള തരത്തിൽ ആണ് നമ്മൾ നിർവഹിച്ചു പോകുന്നത്. ലോകത്തിൽ മഹായുദ്ധങ്ങളിൽ ഉപയോഗിച്ച രാസായുധങ്ങളെല്ലാം നമ്മുടെ കൃഷിയിടങ്ങളിൽ വളങ്ങളായും കീടനാശിനികളായും കളനാശിനിയായും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം കൂട്ടി നമുക്ക് ഭക്ഷണം കൂടുതൽ കഴിച്ച് കൂടുതൽ ജീവൻ നിലനിർത്താമെന്ന വ്യാമോഹം, ആ വ്യാമോഹം തെറ്റാണെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകമെമ്പാടുമെന്ന് വിഷവിമുക്ത കൃഷി വളരെ പ്രചാരത്തിലായിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ.